പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത് സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കാൻ മാത്രമുള്ള ഒന്നല്ല, അതിങ്ങോട്ട് കൂടി കിട്ടേണ്ടതാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ ഭർത്താവ് വിചാരിക്കുന്നുണ്ട്, ഭാര്യയിൽ നിന്ന് എനിക്ക് മതിയായ സ്നേഹം ലഭിക്കണം. തിരിച്ചും ഭാര്യ ഭർത്താവിന് സ്നേഹം കൊടുക്കുമ്പോൾ ഭാര്യ ചിന്തിക്കുന്നത്, ഭർത്താവിൽ നിന്ന് എനിക്ക് മതിയായ സ്നേഹം ലഭിക്കണം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോഴും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോഴും ഒക്കെ അങ്ങനെയാണ്, തിരിച്ചു കിട്ടണം. തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് സ്നേഹസാഗരം പോലെ, ഗാന്ധി ഭവൻ പോലെ ധാരാളം വൃദ്ധസദനങ്ങളും അതിന് സമാനമായ സംവിധാനങ്ങളും കേരളത്തിൽ ഒരുങ്ങുന്നത് തിരിച്ച് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. വൺ സൈഡ് മാത്രം സ്നേഹമാകുമ്പോഴാണ് ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത്. ഈ ഇരിക്കുന്ന മക്കൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഉസ്താദുമാർ വിചാരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ മക്കൾ കൂടി നമ്മളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് തിരിച്ചു കിട്ടണം. ഇപ്പൊ ഉസ്താദ് എന്നെ സ്നേഹിക്കുമ്പോ ഞാൻ തിരിച്ചാ സ്നേഹം കൊടുത്തില്ലെങ്കിൽ ഉസ്താദ് ഒറ്റപ്പെടുകയാണ്. ഉസ്താദിനോടൊപ്പം നടക്കുന്ന ഇവിടുത്തെ സന്തത സഹചാരികളായ സഹോദരങ്ങൾ, ഉസ്താദിന്റെ ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോ കൂടെ പോകുന്നവർ, തിരിച്ച് ഉസ്താദ് അവരെ സ്നേഹിച്ചില്ലെങ്കിൽ അവർക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അത് സ്നേഹം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെ നമുക്ക് മാറ്റിവെക്കാം. ഭാര്യാഭർത്തൃ സ്നേഹം മാറ്റിവെക്കാം. ഉമ്മ ഉപ്പ മക്കൾ തമ്മിലുള്ള എല്ലാ സ്നേഹങ്ങളെയും മാറ്റിവെക്കാം. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ട ഒരാളുണ്ട്, അത് അല്ലാഹുവാണ്. നമ്മൾ അവകാശപ്പെടുന്നുണ്ട്, നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ സുബഹി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ ദിക്ർ ചൊല്ലുന്നുണ്ട്, ഞാൻ സ്വതക്ക ചെയ്യുന്നുണ്ട്. അതൊക്കെ അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെ മക്കളെ ഞാൻ ഹിഫ്ളിന് പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നാം പറയുന്നുണ്ട്. എന്നാൽ ആ സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ അള്ളാഹു തിരിച്ച് നമ്മെ സ്നേഹിക്കണം. അള്ളാഹു തിരിച്ച് നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, അള്ളാഹു എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിസ്കരിക്കുന്നവർക്ക്, നിസ്കരിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് വീട് കൊടുക്കുന്നുണ്ട്, മക്കളെ കൊടുക്കുന്നുണ്ട്, ജോലി കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്, പ്രൗഢി കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അതല്ല, അതൊരു സാധാരണ ഒരു സൃഷ്ടാവ് ചെയ്യുന്ന ഒരു സ്നേഹമാണ്. അതല്ല, അതിനപ്പുറത്തേക്കൊരു സ്പെഷ്യൽ പ്രണയം, ഒരു സ്പെഷ്യൽ സ്നേഹം അല്ലാഹുവിന് നമ്മളോട് ഉണ്ടാവണം. ഉണ്ടായാൽ രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അടിമകളായ നമുക്കുണ്ടാവും. അതുണ്ടാകേണ്ടത് എങ്ങനെ എന്ന് 4 അടയാളങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ലിസ്റ്റ് വായിച്ച് നമുക്ക് ദുആയിലേക്ക് വരാം. അള്ളാഹു നമ്മളെ തിരിച്ച് നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു പ്രൈവറ്റായ ഒരു സ്നേഹം നമുക്ക് തന്നാൽ 2 കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്ന്, വനാദാ ജിബ്രീൽ എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, ഇന്ന രാജ്യത്തിലെ, ഇന്ന നാട്ടിലെ, ഇന്ന പ്രദേശത്തെ, ഇന്ന ഉപ്പാന്റെ, ഇന്ന ഉമ്മാന്റെ മകനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് അവനെ നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് വിളിച്ചു പറയും. എല്ലാവരുടെ പേരും പറയും. ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്നാരുടെ മകനെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് അല്ലാഹ് ജിബ്രീലിനോട് പറയും. അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീലിനോട് പറയുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയും, മലക്കുകളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പേര് വിവരമാണ് പറയാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ പറയും. അപ്പൊ എല്ലാ മലക്കുകൾക്കും ഈ വ്യക്തിയോട് ഇഷ്ടമുണ്ടാവും. എന്നിട്ട് ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, നല്ല നല്ല മനസ്സിന്റെ ഉടമകൾക്കെല്ലാം ഈ മനുഷ്യനോടൊരു സ്നേഹം തോന്നും.
എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ കുറവാണ്, ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾ. ആർക്കും ഒന്നും പറയാനില്ല. ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ നല്ല അഭിപ്രായം, അയൽവാസികൾക്ക് നല്ല അഭിപ്രായം, എവിടെ പോയാലും നല്ല അഭിപ്രായം, നാടിനും നഗരത്തിനും മുഴുവനും നല്ല അഭിപ്രായം. ഒരു നെഗറ്റീവ് അയാളെ കുറിച്ച് പറയാനില്ല. അങ്ങനെയാവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഒടുവിൽ അങ്ങനെയാവും. ഇപ്പൊ നമ്മുടെ ഉസ്താദിന്റെ ഗുരുനാഥനായ തൊടുപുഴ കാസിം മൗലവി, അള്ളാഹു ഖബർ സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് പരാതി ഉണ്ടാവൂല, അദ്ദേഹത്തിന്റെ നാട്ടിൽ പരാതി ഉണ്ടാവൂല, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്ക് പരാതിയില്ല. കാരണം ഇവിടെ വിദ്യാർത്ഥി സംഗമമൊക്കെ സംഘടിപ്പിച്ചതാണ്, ഉസ്താദിന്റെ അനുസ്മരണമൊക്കെ. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം എന്നെ രൂക്ഷമായി നോക്കിയെന്നോ, എനിക്ക് പണം തരാനുണ്ടെന്നോ, എന്നെ പറഞ്ഞു പറ്റിച്ചുവെന്നോ, എന്നെ വഞ്ചിച്ചുവെന്നോ ഒന്നും പറയാനില്ല. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളിന്റെ അടയാളം. അപ്പൊ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ക്വാളിറ്റി എന്താണ്? എല്ലാവരുടെയും ഇഷ്ടം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് എല്ലാവരുടെയും ഇഷ്ടം കൊടുക്കും. ഇപ്പൊ അതിരാം പട്ടണ ഉസ്താദ്, ഒരു സംഘടനക്കാർക്കും ഒന്നും പറയാനില്ല അദ്ദേഹത്തെ കുറിച്ച്. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ, കൂടെ യാത്ര ചെയ്താൽ ഒന്നും പറയാനില്ല. അദ്ദേഹം എങ്ങനെയുണ്ട്? മാഷാ അല്ലാഹ്, ഉഷാറാണ്, നല്ലൊരു ആത്മീയ നേതാവാണ് എന്ന് തന്നെ പറയാനുള്ളൂ. അങ്ങനെ ആക്കിയെടുക്കാന്ന് പറയുന്നത് ഈ സംഘടനകളുടെയും പാർട്ടികളുടെയും വൈരുദ്ധ്യങ്ങളായ നിറഭേദങ്ങളുടെയും കാലഘട്ടത്തിൽ വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്.